കേന്ദ്ര സർക്കാരിനെതിരായ സമരം പിൻവലിച്ച് സിജെപി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനും പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗീകരിച്ചതിനും പിന്നാലെയാണ് സിജെപി സമരം പിൻവലിച്ചത്. साथ जो हम लोगों की दूसरी मांग थी कि सारे एफआईआर्स जो सारे प्रोटेस्टर्स के खिलाफ फाइल किए गए हैं अभी तक, सिर्फ दिल्ली में नहीं लेकिन सारे बीजेपी रूल्ड और बीजेपी एलाई स्टेट्स में वो एफआईआर्स विड्रॉ हो जाए, ये भी हमारी सेकंड मांग थी. सरकार ने वो मांग को भी मान लिया है. साथ साथ ये जो विड्रॉल है वो शॉर्टली हो जाएगा. जो एफआईआर्स फाइल हो चुके हैं, जितना हमें लास्ट इंफॉर्मेशन के मुताबिक 15 से 20 एफआईआर्स दिल्ली में फाइल हुए हैं, वो सारे एफआईआर्स की कॉपी सरकार ने अश्योर किया है कि शॉर्टली हमारे साथ शेयर करेंगे. एंड जो कॉपीज है वो 3 से 4 दिन के अंदर इन एनी केस हमें मिल जाएगी. जो विड्रॉल है वो भी शॉर्टली सरकार ने अश्योर किया है कि विड्रॉ हो जाएगी. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും 35 ദിവസം നീണ്ടുനിന്ന സമരം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് സിജെപി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനു ശേഷവും ഇത് പ്രതിഷേധക്കാരുടെ ആവശ്യമൊക്കെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ സിജെപി സമരം പിൻവലിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? 35 ദിവസം നീണ്ടുന്ന ഈ കേന്ദ്രത്തിനെതിരെയുള്ള സമരം അതിപ്പോൾ സി ജെ പി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയോടുകൂടിയാണ് ഈ സമരത്തിന് ഒരു അന്ത്യം ആവുന്നത്. അതിന് പിന്നാലെ 3 ആവശ്യങ്ങളായിരുന്നു CJP വക്താക്കൾ സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം നടന്ന സമരങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതെല്ലാം പിൻവലിക്കണം. ഭാവിയിൽ ഇത്തരത്തിൽ തങ്ങളുടെ വേട്ടയാടൽ ഉണ്ടാകരുത്. മരിച്ച ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ഉന്നയിച്ചത്. അതിലും അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ നിലപാടാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതോടുകൂടി CJP എന്ന യുവരോഷത്തിന് മുന്നിൽ അല്ലെങ്കിൽ യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുകുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഉച്ചയോടെയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ അപ്രതീക്ഷിത രാജി ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരുന്നു ഇത്തരത്തിൽ രാജിക്കത്ത് സമർപ്പിച്ചത്. അതോടുകൂടി മൂന്നാം ഘട്ട ചർച്ചയിലേക്ക് CJP വക്താക്കൾ കടക്കുന്നു. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായിട്ടായിരുന്നു CJP നേതാക്കൾ മൂന്നാം ഘട്ട ചർച്ചയിലേക്ക് കടന്നത്. ഈ ചർച്ചയിലായിരുന്നു തങ്ങളുടെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്തത്. ഇതോടുകൂടി തങ്ങൾ കേന്ദ്രത്തിനെതിരെയുള്ള സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഈ CJP വക്താക്കളുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഉണ്ടാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു പ്രധാന ആവശ്യമെങ്കിലും 3 ആവശ്യങ്ങൾ അംഗീകരിച്ചപ്പെട്ടതോടുകൂടി തങ്ങൾ കേന്ദ്രത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം അവസാനിക്കുന്നു. അതോടുകൂടി ഡൽഹിയിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകണമെന്നും ഈ CJP വക്താക്കൾ പറയുന്നു. ഇതോടുകൂടി ഡൽഹിയിലുള്ള നിയന്ത്രണങ്ങൾ, സർക്കാർ കൊണ്ടുവന്ന ഇന്റർനെറ്റ് വിച്ഛേദം അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 18ഓളം മെട്രോ സ്റ്റേഷനുകളുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹി പഴയ പോലെ ആകുന്നു, അല്ലെങ്കിൽ ജന്തർ മന്ദർ പഴയ പോലെ ആകുന്നു. കഴിഞ്ഞ ദിവസം നടന്ന കലാപകലുഷിത ഭൂമിയല്ല ഇന്ന് ഉണ്ടാകുന്നത് എന്നതാണ്. എന്തായാലും 35 ദിവസം നീണ്ടുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇതുവരെയുള്ള ഇല്ലാത്ത ഒരു യുവജന പ്രക്ഷോഭമായിരുന്നു നമ്മൾ കണ്ടത്. അതിലാണിപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഉച്ചയോടുകൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. പിന്നീട് നടന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ നടന്ന ചർച്ചയിൽ മറ്റു ആവശ്യങ്ങളും അംഗീകരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ യുവജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിനൊടുവിൽ ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കുന്നതും അത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഒരാൾ രാജിവെക്കുന്നതും ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ കേന്ദ്രമന്ത്രി രാജിവെച്ചില്ല അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ
രാജ്യത്തുടനീളം രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയായിരുന്നു CJPയുടെ തീരുമാനം. ഈ സാഹചര്യത്തിൽ മറ്റു മന്ത്രിസഭയിലേക്കും കൂടി അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ രാജിക്ക് പിന്നാലെയും അല്ലെങ്കിൽ രാജിവെക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് കേന്ദ്രമന്ത്രി രാജിവെച്ചതെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. എന്തായാലും 2 മാസമായിട്ടുള്ളൂ ഇത്തരത്തിലൊരു യുവജനങ്ങളുടെ ശബ്ദം എന്നോളം ഒരു CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സമൂഹ മാധ്യമങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നതും പിന്നീട് അത് യുവജന പ്രക്ഷോഭമായി സമൂഹ മാധ്യമങ്ങളടക്കം വലിയുള്ള സ്വാധീനം ചെലുത്തുന്നു. ആദ്യ തങ്ങളുടെ പ്രതിഷേധം എന്നോളം നീറ്റ് എക്സാം ഉന്നയിക്കുന്നു. അതിൽ തന്നെ പൂർണ്ണ വിജയം ഈ യുവജന പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് നേടാൻ സാധിച്ചു എന്നതാണ്. ഇത് മറ്റൊരു ചരിത്രമായി അല്ലെങ്കിൽ യുവജനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ സമരം മറ്റൊരു ചരിത്രമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്നതെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ശരി, വ്യക്തമാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരായ സമരം CJP പ്രവർത്തകർ പിൻവലിച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനും പിന്നാലെയാണ് ഇപ്പോൾ CJP പ്രവർത്തകർ സമരം പിൻവലിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ആഘോഷത്തിമിർപ്പിൽ സമരവേദിയായ ജന്തർ മന്ദിർ. സമരനായകനും CJP നേതാവുമായ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലായിരുന്നു സമരക്കാർ തടിച്ചുകൂടിയത്. നീറ്റ് പരീക്ഷ തട്ടിപ്പിനെ തുടർന്ന് ജീവനൊടുക്കിയ കുട്ടികളുടെ പേര് അഭിജിത്ത് ഉറക്കെ വായിക്കുകയും കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. സമരവിജയം ജീവത്യാഗം ചെയ്ത കുട്ടികൾക്ക് സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.